ഈ 7 പേരെയും ഉടൻ പുറത്തുവിടണം. അതുവരെ ഒരു കേസെടുക്കാതെ നിരപാധികം പുറത്തുവിടണം. അതുവരെ ഞങ്ങൾ സമരം തുടരും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ ഗവർണർക്കെതിരെ പിന്നെ കരിങ്കൊടി കാണിച്ചവനെയൊക്കെ മടിയിലിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ. മന്ത്രിമാരുടെയും തടയിരിക്കുകയാണ് അവിടെ. ഞങ്ങളുടെ പാവപ്പെട്ട പ്രവർത്തകരെയാണ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഞങ്ങൾക്ക് വിടാൻ വേണ്ടി പോലീസ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കണം, അവർ പുറത്തുവിടണം. അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും. പോലീസൊന്നും പറഞ്ഞിട്ടില്ല, ഇപ്പൊ തന്നെ പറയും. പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞാൽ ആളുകളുടെ സ്ഥിതിയൊക്കെ മാറും. 6:30 മണിക്ക് വന്ന ആളാണ്. 6:30 മണിക്ക് വന്ന് 12:30 മണിയായി. ഒരു പരിധിയല്ലോ. ഏതായാലും നേതാക്കൾ സംയമനം പാലിക്കണമെന്ന് പറയുമ്പോൾ പോലും പ്രവർത്തകർ പ്രകോപിതരാകുന്നുണ്ട്. മണിക്കൂറുകളായി ഈ പ്രതിഷേധം ഇങ്ങനെ തുടരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല, അനുഭാവപൂർവമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. അതിൽ വലിയ പ്രകോപിതനം ഉണ്ടാകുന്നുണ്ട് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. നേതാക്കൾക്ക് നിയന്ത്രിക്കാനാവുന്നതിലപ്പുറത്തേക്ക് മുമ്പ് സ്റ്റേഷൻ കോമ്പൗണ്ടിന് പുറത്തും റോഡിലുമായി ഉപരോധത്തിലൊക്കെ നിന്നിരുന്ന ഉപരോധത്തിന്റെ ഭാഗമായിരുന്ന പ്രവർത്തകർ വലിയ തോതിൽ സ്റ്റേഷനുള്ളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുന്നതാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. അതിനിടയിലാണ് സ്റ്റേഷനു നേരെ കുപ്പിയും കല്ലും ചെരുപ്പും ഒക്കെ വലിച്ചെറിയുന്ന തരത്തിലേക്ക് ആ പ്രതിഷേധം പോയത്. ആ സമയത്ത് ആണ് ഹൈബിയുടെ എം പി പുറത്തേക്ക് വന്ന് ശാന്തരാകാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ നമുക്ക് കാണാം ഉമാ തോമസ് MLA, ഇപ്പോൾ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഒക്കെ ഉള്ളിൽ നിന്ന് ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വരുന്നുണ്ട്. പ്രതികരണത്തിലേക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് ആദ്യത്തെ കേസിൽ അവർക്ക് ഒരു കാരണവശാലും നമുക്ക് ആ രേഖ തരാൻ തയ്യാറല്ല. അവർ കോടതിയിൽ ഹാജരാക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി നമ്മൾ ആ സമയം MLA-മാരും MP-യും ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഇവിടെ നമ്മൾ തുടരും. അവർ നമ്മുടെ സഹപ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. ആ ഹാജരാക്കിയതിന് ശേഷം ജാമ്യം ലഭിക്കുന്ന മുറയ്ക്ക് നമ്മൾ ഇവിടുന്ന് പോകും. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കും. ഓക്കെ. എന്തായാലും ഈ പ്രവർത്തകരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ജാമ്യം ലഭിച്ചാൽ മാത്രം സമരത്തിൽ നിന്ന് പിന്നോട്ട് എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. ജാമ്യമില്ലെങ്കിൽ ഈ നിലവിലെ പ്രതിഷേധ സമരം ഇവിടെ തുടരാനുമാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആദ്യം എടുത്ത കേസ്, അതായത് ആദ്യം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരം എടുത്ത കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാൻ പോലീസ് തയ്യാറല്ല എന്നുള്ളതാണ് മുഹമ്മദ് ഷിയാസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നടപടി എന്നുള്ളത് സ്വാഭാവികമായും മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ അറസ്റ്റിലായ 7 പേരെയും ഹാജരാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ 7 പേരെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അവിടേക്ക് ഈ MLA-മാർ കൂടി പോകും. അവിടെ ജാമ്യം ലഭ്യമായില്ല എങ്കിൽ കടുത്ത സമരം തുടരും എന്നുള്ളതാണ് ഈ നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷമാണ് കൂടുതൽ നടപടികളിലേക്ക് പോവുക. എന്തായാലും നിലവിലിപ്പോൾ ഇവിടെ നിന്ന് ഈ പ്രവർത്തകരെ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്കിറക്കും. ആ സമയം കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ കാര്യത്തിൽ ഒരു ധാരണയിലെത്തുന്നു. നിലവിൽ പ്രവർത്തകരെ, ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രവർത്തകരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ രാത്രി തന്നെ ഹാജരാക്കും പോലീസ്. അതിനുശേഷം ഇപ്പൊ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. ഞങ്ങൾ ആരും ഇവിടുന്ന് പോകുന്നില്ല. ജാമ്യം കിട്ടിയതിന് ശേഷം ഇവിടുന്ന് പോകുന്നു. അതാണ് നിലപാട്. ഏതായാലും പ്രതിഷേധം തുടരും. MLA-മാരും MP-യും അവിടെ തുടരും. കോൺഗ്രസ് നേതാവ് DCC പ്രസിഡന്റ് ഷിയാസും അവിടെ തുടരും. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രവർത്തകരെ ഉടൻ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. അശ്വിനുണ്ട്. അശ്വിൻ, ഏതായാലും പോലീസുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായത് അവരെ ഇന്ന് രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നതല്ലേ? അല്പസമയത്തിന് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ 7 പേരെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പരിഹാരമായിരിക്കുന്നത്. എന്തായാലും അതിന് മുന്നോടിയായി ഈ സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റി അവരെ കൊണ്ടുപോകാനുള്ള വഴിയൊരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കൾ ചെയ്യുന്നത്. പ്രവർത്തകരുമായി പോലീസ് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് വരികയാണ്. 7 യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്. കൂകി വിളികളോടുകൂടിയാണ് പോലീസിനെ അവർ പുറത്തേക്ക് ഇറക്കുന്നത്. ആ 7 പ്രവർത്തകരാണ് ഇപ്പോൾ നമുക്ക്
കാണാം. ഇപ്പോൾ പോലീസ് സ്റ്റേഷന് പുറത്തുനിന്ന് അവർ ഇറങ്ങി വരികയാണ്. ACP രാജ്കുമാർ അടക്കമുള്ള മുതിർന്ന പോലീസ് നേതാക്കൾ, ശങ്കടം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പമുണ്ട്. ഈ പ്രതികൾ അവിടെ സംരക്ഷണ വലയത്തിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങാനാവാത്ത തരത്തിൽ പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുകയാണ്. അവരുടെ അഭിവാദ്യ മുദ്രാവാക്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ പ്രവർത്തകർക്ക്, അതായത് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തകർ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്തായാലും വലിയ പണിപ്പെട്ട ജോലി തന്നെയാണ് ഈ തടിച്ചുകൂടിയ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലൂടെ ഈ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസുകാരെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്. അതിന് വഴിയൊരുക്കാൻ ഇപ്പോൾ പോലീസുകാർ തന്നെ ഈ കോൺഗ്രസ് നേതാക്കളുടെ സഹായം തേടിയിട്ടുണ്ട്. പ്രവർത്തകരെ ഈ വഴിയിൽ നിന്ന് മാറ്റിത്തരണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് മുതിർന്ന നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ഇവിടെ എത്തി വഴിയൊരുക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന നിലവിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനവർ തയ്യാറാകുന്നില്ല. കൊണ്ടുവന്നോളൂ, കുഴപ്പമില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം, നേതാക്കൾ ഇറങ്ങി വരികയാണ്. നേതാക്കൾ, വലിയ പോലീസ് ഇവർക്കൊപ്പമുണ്ട്. ഏഴ് പ്രവർത്തകരും ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെയായിരിക്കും ഇനി ജാമ്യം അടക്കമുള്ള നടപടികളുടെ ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുക. അവിടെ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഈ സമരം തുടരുമെന്നുള്ളതാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജാമ്യമില്ലാതെ ഒരു അടി പോലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അവർ ഉറച്ചു പറയുന്നു. വലിയ പോലീസിന്റെ സംരക്ഷണത്തിലാണ്, കടുത്ത പോലീസ് സുരക്ഷയിൽ തന്നെയാണ് ഈ പ്രവർത്തകരെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. രാത്രി തന്നെ ഹാജരാക്കി ജാമ്യവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വേഗത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ജാമ്യമടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള പോലീസിന്റെ തീരുമാനം. അതേസമയം ഈ പ്രവർത്തകരെ ഇറക്കുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷന് പുറത്തും ഉള്ളിലുമായി മുദ്രാവാക്യവും അവരുടെ പ്രതിഷേധവും എല്ലാം തുടരുന്നുണ്ട്. പോലീസിനെതിരായ വലിയ വികാരമാണ് പ്രവർത്തകർ ഓരോരുത്തരിലും ഉള്ളത്. ഇപ്പോൾ ഈ മുതിർന്ന നേതാക്കളടക്കം ഇവിടെ തന്നെ തുടരുകയുമാണ്. ഈ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ ശേഷം മാത്രമാകും ഇവർക്ക് ഒരു മറ്റ് നടപടികളിലേക്ക് കടക്കുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, സമരം അവസാനിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാവുക. പ്രവർത്തകർ ഇപ്പോൾ ബസ്സിലേക്ക് കയറ്റിയിരിക്കുകയാണ്. പ്രവർത്തകരെ ബസ്സിനുള്ളിലും മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർക്കിടയിലൂടെ നടന്നു നീങ്ങുകയാണ് ഇവർ. അങ്ങനെ വലിയ ആവേശം, അല്ലെങ്കിൽ ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടികൾ അങ്ങനെ കടക്കുമ്പോൾ വലിയ പോലീസ് സന്നാഹത്തോടുകൂടി അവരെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. അജീഷ് കൂടി ചേരുന്നുണ്ട്. അജീഷ്, ഏതായാലും പ്രവർത്തകരെ ഈ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിക്കാനായത് ഈ സമരത്തിന്റെ പ്രതിഷേധത്തിന്റെ വിജയം എന്ന നിലയിൽ തന്നെ അവർ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകരെ യാത്ര അയക്കുന്നത്, അല്ലേ? ഈ സമരം ചെയ്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത 7 പ്രവർത്തകരെയും പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായി ഇപ്പോൾ വലിയ വാഹനത്തിൽ ഉള്ളിൽ കയറ്റി. ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും പോലീസ് ഈ പ്രവർത്തകരുമായി ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ഇവരെ മുദ്രാവാക്യം വിളികളുമായാണ് കോൺഗ്രസ് പ്രവർത്തകർ എതിരേറ്റത്. ഈ വൈകിട്ട് 4 മണിക്ക് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരാണ്. ഇപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞു. ഈ ഇത്രയും സമയം പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഈ പ്രവർത്തകർ കഴിയുമായിരുന്നു. ഈ പ്രവർത്തകരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കേസെടുത്തതിനെതിരെയായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം മുഴുവൻ. ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടിക്കെതിരെയായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം. അങ്ങനെ ഈ പ്രവർത്തകരെ ഇപ്പോൾ പോലീസിന്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ പ്രവർത്തകരെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാമെന്ന ഒരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെയാണ് ഈ പ്രവർത്തകരെ ഇപ്പോൾ ഇവിടുന്ന് പുറത്തിറക്കിയത്. ഈ പ്രവർത്തകർക്ക് എല്ലാവരും ഹസ്തദാനം നൽകുന്നു, അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു. അങ്ങനെ തങ്ങൾക്ക് വേണ്ടി ജനാധിപത്യമായി സമരം നടത്തിയ 7 പ്രവർത്തകർക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ യാത്രയയക്കുന്ന ഒരു കാഴ്ചയാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഈ പ്രവർത്തകരുമായി പോലീസിന്റെ പൊന്നീസ് സന്നാഹം തന്നെ ഇവരുടെ കൂടെയുണ്ട്. ഈ പോലീസ് ഇവരെ കൊണ്ട് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ സമരം അവസാനിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്.